നിശബ്ദമായി രാത്രിയിൽ നീനിലെന്ന സത്യം എന്നെയും ശ്വാസത്തെയും ഒരുമിച്ച് വേദനിപ്പിക്കുന്നു. ശ്രീനിയേട്ടന്റെ വിയോഗം മലയാള സിനിമയ്ക്കും വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ അനശ്വര കലാകാരൻ ഇന്ന് നമ്മളുടെ ഇടയിൽ ഇല്ല എങ്കിലും ശ്രീനിയേട്ടനോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പറയട്ടെ. ശ്രീനിയേട്ടൻ ഇല്ലാത്ത മലയാള സിനിമയില്ലാത്തൊരു കാലം എൻ്റെയൊക്കെ കുട്ടിക്കാലം. ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സിനിമ എന്ന കല ഞങ്ങൾക്ക് തന്ന മനോഹരമായ കാലം. അദ്ദേഹം ഒരുപാട് സിനിമകൾ തന്നുപോയ പോലെ രണ്ട് അനശ്വര കലാകാരന്മാരെ കൂടെ വിനീതും ധ്യാനും മലയാള സിനിമയ്ക്ക് തന്നിട്ടാണ് ശ്രീനിയേട്ടന്റെ മടക്കം. അദ്ദേഹത്തിന്റെ ഈ വിയോഗം മലയാള സിനിമയ്ക്ക് നികത്താൻ പറ്റാത്ത വിടവാണുണ്ടാക്കിയത്. അതിനു പകരമാകുമോ ഇവരെന്ന് അറിയില്ലെങ്കിലും അവരില്ലാത്ത മലയാള സിനിമ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന പ്രിയ സഹോദരങ്ങളാണ് ശ്രീനിയേട്ടന്റെ സംഭാവന. ശ്രീനിയേട്ടാ, ഞങ്ങളുടെ തലമുറ നിങ്ങൾക്ക് നൽകിയ സ്നേഹം ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരും വിമല ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിനീതൂട്ടരും ധ്യാനൂട്ടനും കൊടുക്കുന്നുണ്ട്. ജീവിച്ചിരുന്ന കാലം ഏറ്റവും സന്തോഷവാനായ പോലെ ഇന്നെവിടെയാണോ അവിടെ സന്തോഷമായിരിക്കുക. വളരെ അടുത്ത് തന്നെ ഉണ്ടായിട്ടും നേരിൽ വന്ന് അവസാനം കാണണമെന്ന് ആഗ്രഹിച്ചു വന്നില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ശ്രീനിയേട്ടനെ സിനിമ എന്ന മാധ്യമത്തിലൂടെ മാത്രം കണ്ടു ശീലിച്ചിട്ട് അവസാന കാഴ്ച കാണാൻ കഴിയാത്തതുകൊണ്ടാണ് വരാതിരുന്നത്. ഇപ്പോഴും നേരിൽ കണ്ടില്ലെങ്കിലും മനസ്സിലുണ്ട് ഒരുപാട് പേരുകളിൽ ഒരുപാട് കഥാപാത്രങ്ങളായിട്ട്. പിന്നെ ധ്യാൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. എത്ര ടെൻഷൻ പിടിച്ച സമയത്തും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ട് മനസ്സ് തുറന്ന് ചിരിച്ച നിമിഷങ്ങൾ ഒരുപാടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ പൊട്ടിക്കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ കരഞ്ഞുപോയി. വന്ന് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ ഉച്ചത്തിൽ കരയേണ്ടി വന്നേനെ. ഒരു ഇൻ്റർവ്യൂവിൽ ധ്യാൻ പറയുന്നു അച്ഛൻ്റെ വീട് എനിക്ക് തന്നെന്ന്. വിനീത് പറയുന്നു അച്ഛനെ പറ്റിച്ചത് എഴുതി വാങ്ങിയെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, വീട് കൊടുത്തോ എന്നറിയില്ല, നിങ്ങളിലെ കലാകാരനെ തുല്യമായി പകുത്തു കൊടുത്തിട്ട് തന്നെയാണ് ഈ മടക്കം. അച്ഛൻ എങ്ങനെയാണോ മനസ്സ് കീഴടക്കിയത് അതുപോലെ പിഴുതുമാറ്റാൻ കഴിയാത്ത തരത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു രണ്ടാളും. അവിടെ ഡ്രൈവർ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ ശ്രീനിയേട്ട എന്ന മെസ്സേജിലൂടെ നിങ്ങൾ ജീവിതത്തിലും പലരുടെയും സൂപ്പർ ഹീറോയായിരുന്നു. എവിടെയായാലും അവിടെ സന്തോഷമായി ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ശ്രീനിയേട്ടന്റെ വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തിന് സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരുപാട് സ്നേഹത്തോടെ പ്രണാമം. നിശബ്ദമായി രാത്രിയിൽ നീനിലെന്ന സത്യം എന്നെയും ശ്വാസത്തെയും ഒരുമിച്ച് വേദനിപ്പിക്കുന്നു. കൈപിടിച്ച് നടന്ന വഴികൾ ഇന്നും കാലുകൾ ഓർക്കുന്നു. ചിരിച്ചു പറഞ്ഞ വാക്കുകൾ മനസ്സിൽ മുഴങ്ങുന്നു. അച്ഛനാ ഒരു തവണ കൂടി എന്റെ പേര് വിളിച്ചിരുന്നെങ്കിൽ ഈ നെഞ്ച് ഇത്രഭാരമായേനെ. എന്റെ